എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 46ാമത് വോളിയം ശക്തിശാലിനി മുദ്ര എന്നതിനെ പറ്റിയാണ് പറയാൻ. അപാനവായുവിനെ ശക്തമായി ആകർഷിച്ച് മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ചലിപ്പിച്ച് ഇളക്കി സഹസ്രാരത്തിൽ കൊണ്ടുപോകുന്നതാണ് ശക്തിശാലിനി മുദ്ര. ഇതുമൂലം യോഗി സർവശക്തിയും നേടും. കുണ്ടലിനി ശക്തി മൂലാധാരത്തിലെ കന്ധത്തിൽ 3.5 ചുറ്റുമായി കിടന്നുറങ്ങുകയാണല്ലോ. അത് ഉറങ്ങിക്കിടക്കുന്നോളം കാലം ജീവൻ ഒരു മൃഗത്തെ പോലെയാകും. അതിനാൽ ബുദ്ധി ഉണരുകയില്ല. 1,00,000 യോഗകൾ ചെയ്താലും ഏകാന്തതയിലിരുന്ന യോഗി കുണ്ടലിനിയെ ഉണർത്തണം. ശ്വാസം എടുത്തു പിടിച്ച് അതിനെ മൂലാധാരത്തിൽ കൊണ്ടുവന്ന് അപാനവായുവുമായി ചേർക്കും. ഭുതം കൊണ്ട് അശ്വിനി മുദ്ര ചെയ്തുകൊണ്ടിരുന്ന വായുവിനെ സുഷുമ്നയിലേക്ക് കയറ്റണം. കുംഭകം ചെയ്യണം. അപ്പോൾ കുണ്ടലിനി ഉണർന്ന് സുഷുമ്നയിലൂടെ ചക്രങ്ങളെയെല്ലാം ഭേദിച്ച് ബ്രഹ്മരന്ധ്രം വഴി പറന്ന് സഹസ്രാരത്തിൽ ചെല്ലും. ബ്രഹ്മരന്ധ്രം ഇങ്ങനെ ശക്തിശാലിനി മുദ്ര ചെയ്തതിനു ശേഷം വേണം യോനി മുദ്ര ചെയ്യാൻ. അപ്പൊ ശക്തിശാലിനി മുദ്ര ശ്വാസം എടുത്ത് പിടിച്ച് അതിനെ മൂലാധാരത്തിൽ കൊണ്ടുവന്ന് അപാനവുമായി ചേർത്ത് ബുധം കൊണ്ട് അശ്വിനി മുദ്ര ചെയ്തുകൊണ്ടിരുന്ന് വായുവിനെ സുഷുമ്നയിലേക്ക് കയറ്റണം. കുംഭകം ചെയ്യണം. അപ്പോൾ കുണ്ടലിനി ഉണർന്ന് സുഷുമ്നയിലൂടെ ചക്രങ്ങളെല്ലാം ഭേദിച്ച് ബ്രഹ്മരന്ധ്രം വഴി പറന്ന് സഹസ്രാരത്തിൽ ചെല്ലും. ഇങ്ങനെ ശക്തിശാലിനി മുദ്ര ചെയ്തതിന് ശേഷം വേണം യോനി മുദ്ര ചെയ്യാൻ. അല്ലെങ്കിൽ അത് ഫലമില്ലാത്തതാണ്. ആദ്യം ശക്തിശാലിനി, പിന്നെ യോനി മുദ്ര. ഏറ്റവും രഹസ്യമായ കാര്യമാണ് ദിവസം പരിശീലനം. ഈ മുദ്ര വാർദ്ധക്യത്തെ തടയും, മരണത്തെയും അകറ്റുന്നു. അതിനാൽ യോഗികൾ തങ്ങളുടെ പൂർണ്ണതയ്ക്കായി എന്നും ശക്തിശാലിനി മുദ്ര ചെയ്യുന്നു. ഇതുമൂലം യോഗിക്ക് വിഗ്രഹസിദ്ധി നേടുന്നു. ശരീരത്തിന്റെ രൂപം മാറ്റാനുള്ള കഴിവാണ് വിഗ്രഹസിദ്ധി. എല്ലാ രോഗങ്ങളും മാറും. ഖേരന്റെ സംഖ്യയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശക്തിചാലനം ദിവസവും അഭ്യസിക്കുന്നതിന്റെ രോഗമെല്ലാം മാറി ആയുസ് വർദ്ധിക്കും. സ്വയം കുണ്ടലിനി ഉറക്കം എഴുന്നേറ്റ് മുകളിലേക്ക് സാധകന്റെ ആഗ്രഹത്തിനനുസരിച്ച് പോകുന്ന സമയത്താണ് സിദ്ധി ആഗ്രഹിക്കുന്ന യോഗി ഇത് അഭ്യസിക്കേണ്ടത്. രാവിലെ വളരെ നേരത്തെ സൂര്യോദയത്തിനു മുമ്പ് സിദ്ധാസനത്തിലോ പത്മാസനത്തിലോ ഇരിക്കുക, ഗേജരി മുദ്രയിൽ ഇരിക്കുക. ശ്വാസം പൂർണ്ണമായി കളഞ്ഞ് മൂലാധാരത്തിൽ ശ്രദ്ധിക്കും. ഗുരുവിനെ വിചാരിച്ച ഒരു ജീവശക്തി തന്റെ ശിരസിലിരിക്കുന്ന ഗുരുവിന്റെ കയ്യിൽ നിന്നും മൂലാധാരം വരെ വരുന്നതായി വിചാരിക്കുക. സഹസ്രാരം, ആജ്ഞ, വിശുദ്ധി, അനാഹതം, മണിപുരം, സ്വാധിഷ്ഠാനം എന്നിവിടങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 2 മിനിറ്റ് വീതം നന്നായി ശ്രദ്ധിച്ച് അവയെ ചലിപ്പിക്കണം. എന്നിട്ട് മൂലാധാരത്തിൽ ചെന്ന് അവിടെ ശ്രദ്ധിക്കും. തുടർന്ന് ഓരോ മിനിറ്റ് വീതം മുകളിലെ ചക്രങ്ങളിൽ ശ്രദ്ധിക്കണം. വിശുദ്ധി കഴിഞ്ഞ് തല അല്പം മലർത്തി ബിന്ദുവിലും തുടർന്ന് ആജ്ഞയിലും തുടർന്ന് കഴുത്തിൽ, പിറകിൽ, നട്ടെല്ലിൽ വിശുദ്ധിയിലും ശ്രദ്ധിക്കണം. ഇനി തല നേരെ പിടിച്ച് തുടർന്ന് നട്ടെല്ലിൽ, അനാഹതം, മണിപുരം എന്നിവയിലും, നട്ടെല്ലിൽ ഏറ്റവും അവസാനത്തിൽ സ്വാധിഷ്ഠാനത്തിലും, തുടർന്ന് മുൻവശത്ത് മൂലാധാരത്തിലും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ചക്രമായി. ഈ വിധം 48 ചക്രങ്ങൾ തുടർച്ചയായി ശ്രദ്ധിക്കണം. അവയ്ക്ക് അനക്കം വരുന്നതനുസരിച്ച് വേഗത കൂട്ടുകയും ചെയ്യണം. ബിന്ദുവിൽ ശ്രദ്ധിക്കുമ്പോൾ ഷൺമുഖി മുദ്രയും വജ്രോളി മുദ്രയും മൂലബന്ധം കൂടി ചെയ്ത് ആജ്ഞയിലും വിശുദ്ധിയിലും മറ്റു ചക്രങ്ങളും ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് തന്നെ ശരീരത്തിന്റെ മുൻവശത്തുള്ള ആത്മീയ ക്ഷേത്രങ്ങളിൽ കൂടി ഇറങ്ങി മൂലാധാരത്തിൽ ചെന്ന് നട്ടലിൽ സുഷുമ്നയിലൂടെ ആത്മീയ ചക്രങ്ങളിലൂടെ മുകളിലേക്ക് പോകാം. അതായത് ആത്മീയ ചക്രങ്ങള് സുഷുമ്ന നാഡിയിൽ നട്ടെല്ലിലാണ് സ്ഥിതി ചെയ്യുന്നത്, ശരീരത്തിന്റെ പിന്നിൽ. എന്നാൽ അതിന് അതേ സ്ഥാനങ്ങളുടെ മുൻവശത്ത്, ശരീരത്തിന് മുൻവശത്തുള്ളതിനാണ് ആത്മീയ ക്ഷേത്രങ്ങൾ എന്ന് പറയാം. ആ ആത്മീയ ക്ഷേത്രങ്ങള് കൂടെ താഴോട്ട് ഇറങ്ങുകയും ആത്മീയ ചക്രങ്ങളിൽ കൂടെ ശ്രദ്ധിച്ച് മുകളിലേക്ക്, മൂലാധാരത്തിൽ നിന്ന് മുകളിലേക്ക് നട്ടെല്ലിൽ കൂടെ പോവുകയും അതേ സ്ഥാനങ്ങളെ ശ്രദ്ധിച്ച് മുൻവശത്ത് കൂടെ താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചുറ്റവും. അങ്ങനെ ആദ്യം 2 മിനിറ്റ് എടുത്ത് ചെയ്യാം.
തുടക്കത്തിലൊക്കെ 3 മിനിറ്റ് വീതം എടുത്ത് ഓരോ ചക്രങ്ങളിൽ ചലിപ്പിക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ചലിപ്പിക്കാൻ ശ്രമിക്കുക വെച്ചാൽ വളരെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അനേകം കാലം ആദ്യം തന്നെ ഈ ചക്രങ്ങളെ ചലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ആ ഓരോ ചക്രങ്ങൾക്കും രൂപം, രസം, ഗന്ധം ഒക്കെ അനുഭവിക്കാൻ തുടങ്ങും. അത് അനുഭവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ശക്തിശാലിനി മുദ്ര ചെയ്ത് ഇതിനെ ചലിപ്പിക്കുന്നത്. അപ്പോ ഓരോ ചക്രങ്ങളും അനങ്ങുന്നത് മനസ്സിലാക്കാൻ പറ്റും. ചക്രങ്ങൾ അനങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ചക്രത്തിലേക്ക് പോവാം, പിന്നെ അടുത്ത ചക്രത്തിലേക്ക് പോവാം. അത് മുൻവശത്ത് കൂടെ ഉള്ളതിനാണ് ആത്മീയ ക്ഷേത്രങ്ങൾ എന്ന് പറയാം. പിന്നെ കൂടെ നട്ടലിന്റെ ഉള്ളിൽ കൂടെ മുകളിലേക്ക് ആണ് പോകേണ്ടത്. അതിന് ഒറിജിനൽ ആത്മീയ ചക്രങ്ങൾ തന്നെ. അങ്ങനെ ഇങ്ങനെ ഒരു ചക്രം ആദ്യം ഓരോ ചക്രങ്ങൾക്കും കുറെ കൂടുതൽ സമയം എടുക്കും. 10 മിനിറ്റിലധികം എടുക്കും. പിന്നത്തെ റൗണ്ടിൽ നമ്മൾ 8 മിനിറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഓരോന്നിനും കുറേശ്ശെ ടൈം എടുത്ത് അങ്ങനെ ചുറ്റിച്ച് ആദ്യ റൗണ്ടിൽ 16 റൗണ്ട് ആദ്യം ചെയ്യും. 16 റൗണ്ട് ചെയ്ത് കണ്ണടച്ചിട്ട് ഓരോ ചക്രങ്ങളിൽ ശ്രദ്ധിച്ചിട്ടിരിക്കുക. പിന്നെ വീണ്ടും ശ്വാസം പിടിച്ച് ചക്രങ്ങളിൽ ശ്രദ്ധിച്ച് അങ്ങനെ 48 ചക്രങ്ങൾ പൂർത്തിയാക്കണം എന്ന് പറയും. ഗുരുവിന്റെ ഉപദേശപ്രകാരം ശക്തിചാലനം ദിവസവും വളരെ നേരം ചെയ്ത് സിദ്ധി നേടിയാൽ വിഗ്രഹസിദ്ധി കൈവശമാകും. അണിമ തുടങ്ങിയ ശക്തികൾ ഇതുമൂലം ഉണ്ടാകും. മരണത്തെപ്പറ്റി ഭയം ഉണ്ടാകുകയില്ല. യുക്തമായ ധ്യാനാസനത്തിലിരുന്ന് പത്മാസനത്തിലോ സിദ്ധാസനത്തിലിരുന്ന് യോഗി 1.5 മണിക്കൂർ സമയം വിധി പോലെ വളരെ പരിശ്രമിച്ച് കുണ്ടലിനെ ഉണർത്തി ഷഡാചാര ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലും തിരിച്ചു താഴേക്ക് എല്ലാ അവയവങ്ങളിലും ചലിപ്പിച്ച് അഭ്യസിപ്പിച്ചാൽ അദൂരസിദ്ധി കൈവരും. അദൂരസിദ്ധി എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവാണ് അദൂരസിദ്ധി. 8 വിധം സിദ്ധികളാണ് കുണ്ടലിനി യോഗ കൊണ്ടുണ്ടാവുക. അത് അധ്യായം 3 മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ് തുടങ്ങിയുള്ള സിദ്ധികളെ പറ്റി. സിദ്ധാസനത്തിൽ ഇടതുകാൽ ഉപ്പൂറ്റി മൂലാധാര സ്ഥാനത്ത് അമർത്തി വെക്കും. വലതുകാൽ ഇതിനു മുകളിലും വെക്കണം. എന്നിട്ട് അപാനവായുവിനെ മൂലബന്ധം കൊണ്ട് ചലിപ്പിച്ചാൽ കുണ്ടലിനിക്ക് സമ്മർദ്ദം വരുന്നതിനാൽ അത് ഉണർന്ന് സുഷുമ്നയിലൂടെ മുകളിലേക്ക് പാഞ്ഞു പോയിക്കൊള്ളും. ഇങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. സിദ്ധാസനത്തിലിരുന്ന് ഇടതുകാൽ ഉപ്പൂറ്റി മൂലാധാര സ്ഥാനത്ത് അമർത്തി വെക്കണം. വലതുകാൽ അതിനു മുകളിൽ വെക്കണം. എന്നിട്ട് അപാനവായുവിനെ മൂലബന്ധം കൊണ്ട് ചലിപ്പിച്ചാൽ മൂലബന്ധം ചെയ്യണം. കുണ്ടലിനിക്ക് സമ്മർദ്ദം വരുന്നതിനാൽ അത് ഉണർന്ന് സുഷുമ്നയിലൂടെ മുകളിലേക്ക് പാഞ്ഞു പോയിക്കോളും. അത്രക്കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇവയാണ് 10 വിശിഷ്ട മുദ്രകൾ. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള 10 മുദ്രകൾക്ക് സമാനമായി യാതൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതും ഉണ്ടാവുകയുമില്ല. അവരൊന്ന് അഭ്യസിക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധനായിത്തീരും. ഇവിടെ 10 മുദ്രകളെ പറഞ്ഞു. അതായത് പേരുകൊണ്ട് ഞാൻ പറയാം. പിന്നെ 10 പ്രധാന മുദ്രകൾ: മഹാമുദ്ര, മഹാബന്ധം, മഹാവേദം, ഖേജരി മുദ്ര, ജാലന്ധരബന്ധം, മൂലബന്ധം, വിപരീതകരണീയ മുദ്ര, ഉഡ്യാണബന്ധം, വജ്രോളി മുദ്ര, ശക്തിചാലനം. ഇങ്ങനെയാണ് ഇതിനെ 10 മുദ്രകളിൽ പ്രധാന മുദ്രകളെ പറ്റി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 33 തുടങ്ങിയുള്ള വോളിയത്തിലാണ് ഇത് പറഞ്ഞു തരുന്നത്. 33 തുടങ്ങി 46 വരെയുള്ള ചില മുദ്രകൾക്ക് 2 വോളിയം വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അത് 33 തുടങ്ങി 46 വരെയുള്ള വോളിയങ്ങളിലാണ് ഈ 10 പിന്നെ മഹാമുദ്ര തുടങ്ങിയുള്ള മുദ്രകളെ പറഞ്ഞു. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള മുദ്രകളാണ് ഇത് ഇവിടെ ചിന്തിക്കപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കും.